വ്യാകുല മാതാവിന്റെ തിരുനാൾ. പരിശുദ്ധ ദൈവമാതാവിന്റെ 7 വ്യാകുലതകളും ദൈവപുത്രന്റെ പീഡാനുഭവങ്ങളും ഭയഭക്തിപൂർവം അനുസ്മരിക്കുന്ന ദിനമാണ് വ്യാകുല മാതാവിന്റെ തിരുനാൾ. വിശുദ്ധ ഗ്രന്ഥവും സഭാപ്രബോധനങ്ങളും തന്നെയാണ് ഇതിന്റെ ഉത്ഭവത്തിന് ഉറവിടം. തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സെർവൈറ്റുകളാണ് ഈ തിരുനാൾ ആദ്യമായി ആരംഭിച്ചത്. നാട് കടത്തപ്പെട്ട് ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവസാനം വിമോചിതനായ പിയൂസ് ഏഴാമനാണ് 1817 ഇത് സഭയുടെ ആഗോള തിരുനാളായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തിരുനാളിന് 12ാം നൂറ്റാണ്ടോളം പാരമ്പര്യമുണ്ട്. സിസ്റ്റർ ഷിയറും സെർവൈറ്റുകളുമാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത്. തൽഫലമായി 14ഉം 15ഉം നൂറ്റാണ്ടുകളിൽ ഇത് കത്തോലിക്ക സഭയിൽ ആകമാനമായി ആഘോഷിക്കപ്പെട്ടു. 1482 കാരുണ്യമാതാവ് എന്ന പേരിൽ ഈ തിരുനാൾ കുർബാനക്രമ പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഓശാന ഞായറിന്റെ തലേ വെള്ളിയാഴ്ചയിലായി 1727 ബെനഡിക്ട് 13 മാർപ്പാപ്പയാണ് ഇത് റോമൻ കലണ്ടറിൽ നിജപ്പെടുത്തിയത്. 1913 പിയൂസ് 10 പാപ്പയാണ് തിരുനാൾ സെപ്റ്റംബർ 15 നടത്താൻ നിശ്ചയിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠിനമായ വ്യതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാകുല മാതാവ് എന്ന വിശേഷണ നാമം നൽകപ്പെട്ടത്. 17ാം നൂറ്റാണ്ടിൽ 7 വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാള് ആചരിക്കപ്പെട്ടത്. വിമല ഹൃദയത്തിലൂടെ കടന്നുപോയ 7 വാളുകളെ ഉദ്ദേശിച്ചാണ് മാതാവിന്റെ ജനനദിനമായ സെപ്റ്റംബർ 8 ശേഷമുള്ള 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 15 കണക്ക് കൂട്ടിയിട്ടുള്ളത്. തന്റെ സ്വർഗീയ പുത്രന്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിന്റെ അതികഠിനമായ വേദനയാണ് ഈ തിരുനാൾ സമർപ്പിച്ചിരിക്കുന്നത്. മാനസിക കഷ്ടത അനുഭവിച്ച വീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.